നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 4125 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 പേര് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. 40,382 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,463 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 412 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 87 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 38,574 സാമ്പിളുകൾ പരിശോധന നടത്തി. 3007 പേരാണ് രോഗവിമുക്തരായത്. കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിലാണ് വ്യാപനം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് എന്നതാണ്. ഇന്നലെ വരെ സംസ്ഥാനത്ത് ആകെയുള്ള ആക്റ്റീവ് കേസുകളുടെ എണ്ണം 39,258. അതിൽ 7,047 പേർ തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 18% കേസുകൾ തിരുവനന്തപുരത്താണ്. മരണങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്ത 553 മരണങ്ങളിൽ 175 സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 32% മരണങ്ങൾ. ഇന്ന് ജില്ലയിൽ 681 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 130 പേർക്ക് എവിടെ നിന്ന് ബാധിച്ചുവെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ആൾക്കൂട്ടമുണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിവരുന്ന സമരങ്ങളെ കാണേണ്ടത്. നിരന്തരം ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടും സമരം നടത്തുന്നവർ വേണ്ടത്ര ഗൗരവത്തോടെ ഇത് പരിഗണിക്കുന്നില്ല. മാധ്യമങ്ങളും ആ പ്രശ്നം ഗൗരവത്തോടെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത്. കോവിഡിനൊപ്പം ജീവിക്കേണ്ട ഈ ഘട്ടത്തിൽ മുൻപുണ്ടായിരുന്ന രീതികളെ നാം അടിമുടി മാറ്റിയിട്ടുണ്ട്. മീറ്റിങ്ങുകൾ കൂടുന്നത്, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വിവാഹങ്ങൾ നടത്തുന്നത്, കടകൾ പ്രവർത്തിപ്പിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ സഹായകമായ രീതിയിലാണ്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരുതലുകൾ നാം സ്വീകരിക്കുന്നത്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകൾ സമരങ്ങളെന്ന പേരിൽ ആൾക്കൂട്ടം സൃഷ്ടിച്ച് കോവിഡ് പ്രതിരോധത്തെ തകിടം മറിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുൾപ്പെടെ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യമായി പറയുന്നത് ആൾക്കൂട്ടം ഒഴിവാക്കലാണ്. അത് മുഖവിലക്കെടുക്കാതെയാണ്
അക്രമാസക്തമായ ആൾക്കൂട്ട സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വൈറസിന് ഏറ്റവും എളുപ്പം പടരാവുന്ന അവസരമാണ് ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ ഫലമായി സമരങ്ങൾ നേരിടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ, മറ്റ് പോലീസുകാർ എല്ലാം കോവിഡ് ബാധിതരാകുന്നു. ഇത് വളരെ നിർഭാഗ്യകരമാണ്. കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്ന സമരങ്ങൾ തടയാൻ സംസ്ഥാന വ്യാപകമായി നിയുക്തരായ പോലീസുകാരിൽ 101 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ ഒരു DYSP, ഒരു ഇൻസ്പെക്ടർ, 12 സബ് ഇൻസ്പെക്ടർമാർ, 8 ASIമാരൊക്കെ ഉൾപ്പെടുന്നു. കൂടാതെ 71 സിവിൽ പോലീസ് ഓഫീസർമാർക്കും 8 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 164 പേർ പ്രൈമറി കോണ്ടാക്റ്റാണ്. 171 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. സഹപ്രവർത്തകർക്ക് അസുഖം ബാധിക്കുന്നത് മൂലം നിരവധി പോലീസുകാരാണ് ക്വാറന്റൈനിലാകുന്നത്. കോവിഡിനെതിരെ പ്രവർത്തിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് ഇത് വിഘാതമാവുകയാണ്. സാമൂഹ്യ അകലം പാലിക്കൽ മുതലായ കോവിഡ് പ്രോട്ടോക്കോൾ സമരക്കാർ പാലിക്കുന്നില്ല. ഇക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന സേനയാണ് പോലീസ്. അതിനുള്ള പ്രത്യുപകാരമായി അവർക്കിടയിൽ രോഗം പടർത്തുകയാണോ വേണ്ടതെന്ന് എല്ലാവരും ചിന്തിക്കണം. അവരും മനുഷ്യരാണ്. മനുഷ്യജീവനുകളേക്കാൾ വിലപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്നെല്ലാവരും തിരിച്ചറിയണം. ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷേ പ്രതിഷേധിക്കുന്നവർ അത് സമൂഹത്തെ ഒന്നടങ്കം അപകടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുക തന്നെ വേണം. മറ്റെന്തെല്ലാം പ്രതിഷേധ മാർഗങ്ങളുണ്ട്? അക്രമസമരം നടത്തിയാലേ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാനാകൂ എന്നൊരു ധാരണ മാറിക്കിട്ടിയാൽ ഈ പ്രശ്നത്തിന് വലിയൊരളവ് പരിഹാരമാകും. നമ്മളെല്ലാവരും ആത്മപരിശോധനയ്ക്ക് തയ്യാറായേ തീരൂ. നമ്മുടെ സഹോദരങ്ങളെ ഈ മഹാമാരിക്ക് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കണം. അതിനാവശ്യമായ ജാഗ്രത വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുകയും വേണം. കൊല്ലം ജില്ലയിൽ 347 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. മടങ്ങിപ്പോയ അതിഥി തൊഴിലാളികളിൽ 379 പേർ ജില്ലയിൽ തിരികെ എത്തിയിട്ടുണ്ട്. നാട്ടിൽ പോകാതെ ജില്ലയിൽ തങ്ങിയത് 7834 പേരായിരുന്നു. ട്രെയിനിൽ എറണാകുളത്തെത്തിയ ശേഷം ജില്ലയിലേക്ക് വരുന്ന തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യാതെ പോകരുതെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളെ
പോലീസ് നിരീക്ഷിക്കുന്നത് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിലവിലുള്ള 11 ആക്റ്റീവ് ക്ലസ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പന്തളം കടക്കാട് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററിലാണ്. ശവസംസ്കാര ചടങ്ങുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് മൂലം സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ 11 ക്ലസ്റ്ററുകളിൽ പുറക്കാട്, പുന്നപ്ര സൗത്ത്, ആറാട്ടുപുഴ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. പള്ളിപ്പുറം, അമ്പലപ്പുഴ സൗത്ത്, ചേർത്തല സൗത്ത് എന്നീ ക്ലസ്റ്ററുകളിലും സജീവമായ കേസുകളുടെ എണ്ണം കൂടുതലാണ്. കോട്ടയം വാഴപ്പള്ളി പഞ്ചായത്തിൽ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നത് വെല്ലുവിളി സൃഷ്ടിക്കുന്നു. സെപ്റ്റംബർ 14 മുതൽ 4 തവണയായി 856 പേരെ ഇവിടെ ആൻറ്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിൽ 101 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നേരത്തെ രോഗവ്യാപനം ശക്തമായിരുന്ന മേഖലകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രോഗബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യവുമുണ്ട്. എറണാകുളം ജില്ലയിലെ പ്രതിദിന സ്ഥിരീകരണത്തിൽ 10 മുതൽ 20% വരെ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഓണമാഘോഷങ്ങളോടനുബന്ധിച്ച് സമ്പർക്ക വ്യാപനത്തിൻ്റെ തോതിൽ വർധനയുണ്ടായിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ നല്ലൊരു പങ്ക് രോഗലക്ഷണങ്ങളില്ലാത്തവരാണ്. കോഴിക്കോട് ജില്ലയിൽ തീരദേശങ്ങളിൽ രോഗം വ്യാപിക്കുന്ന സാഹചര്യം തുടരുകയാണ്. കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളത് കോർപ്പറേഷനിലെ കപ്പക്കൽ വാർഡിലാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഇവിടെ 107 പേരാണ് പോസിറ്റീവായത്. കണ്ണൂർ ജില്ലയിലെ 4 ആശുപത്രികൾ ഉൾപ്പെടെ 8 ആക്റ്റീവ് ക്ലസ്റ്ററുകളുണ്ട്. 11 ക്ലസ്റ്ററുകളുടെ രോഗബാധ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് താൽക്കാലികമായി അടച്ചു. ഇവിടെ തിങ്കളാഴ്ച വൈകിട്ട് ഡയാലിസിസ് ചെയ്ത രോഗിക്ക് പിന്നീട് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് നടപടി. ജില്ലാ ആശുപത്രിയിലെ 11 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് അവിടുത്തെ ഓഫീസുകൾ ഇന്നലെ മുതൽ താൽക്കാലികമായി അടച്ചു. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് കേരളത്തിൽ പെയ്ത മഴ 169.5 മില്ലിമീറ്ററാണ്. സെപ്റ്റംബർ മാസത്തിലെ ഈ ദിവസങ്ങളിലെ ദീർഘകാല ശരാശരി കേവലം 32.5 മില്ലിമീറ്റർ മാത്രമാണ്. ഇതോടുകൂടി ജൂണിൽ തുടങ്ങിയ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷ പ്രശ്നത്തിൽ കേരളത്തിലാകെ ലഭിച്ച മഴ 2194.1 മില്ലിമീറ്ററായി. അതായത് ദീർഘകാല ശരാശരിയായ
1973 മില്ലിമീറ്ററിനേക്കാൾ 11% അധിക മഴയാണിത്. കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് വയനാട് ജില്ലയിൽ ഇപ്പോഴും ആകെ മഴയിൽ 16% കുറവുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും മഴ തുടരുമെങ്കിലും മഴയുടെ ശക്തി നാളെ മുതൽ പൊതുവെ കുറഞ്ഞു വരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ അടുത്ത 24 മണിക്കൂറിൽ കടലിൽ പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉയർന്ന തിരമാലക്കും കടൽക്ഷോഭത്തിനും സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീരദേശവാസികൾ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. മുൻകരുതലിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 5 ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. നിലമ്പൂർ, തൃശ്ശൂർ, മൂന്നാർ, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിലാണിത്. മഴക്കെടുതിയിൽ 5 മരണങ്ങളാണ് 3 ദിവസത്തിനിടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാസർഗോഡ് 2, തിരുവനന്തപുരം 2, ഇടുക്കി 1. മറ്റൊരു കാര്യം, ശ്രീനാരായണ ഗുരുവിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കുക എന്ന സർക്കാരിൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ 100ാം വാർഷിക സ്മരണാർത്ഥം മ്യൂസിയം ജംഗ്ഷനിൽ ഒബ്സർവേറ്ററി ഹിൽസിൽ സ്ഥാപിച്ച ഗുരുവിൻ്റെ വെങ്കല പ്രതിമ ഇന്നലെ അനാച്ഛാദനം ചെയ്തു. മറ്റൊരു നവോത്ഥാന നായകനായ ചട്ടമ്പിസ്വാമിക്കും തലസ്ഥാനത്ത് സ്മാരകം സർക്കാർ ഒരുക്കും. സർക്കാരിൻ്റെ 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനം ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന കാര്യം, ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ഓൺലൈനായി പിഴ ഈടാക്കാനുള്ള ഈ ചലാൻ സംവിധാനത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചു. വാഹന പരിശോധന, പിഴയടക്കൽ ഇതെല്ലാം സുഗമമാക്കുന്ന സംവിധാനമാണിത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഇത്രയും സിറ്റികളിൽ ഈ സംവിധാനം ഇന്ന് നിലവിൽ വന്നു. അടുത്ത ഘട്ടത്തിൽ ഈ ചലാൻ സംവിധാനം സംസ്ഥാനമാകെ നിലവിൽ വരും. പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ളൊരു പ്രത്യേക ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൽ വാഹനത്തിന് നമ്പറോ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറോ നൽകിയാൽ വാഹനത്തെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയും. ഡിജിറ്റൽ സംവിധാനമായതിനാൽ ഇതിൽ പരാതിക്കും അഴിമതിക്കും പഴുതുണ്ടാവില്ല. സുതാര്യത ഉറപ്പാക്കാനാവും. മധ്യ കേരളത്തിലെ മികച്ച പൊതുജനാരോഗ്യ കേന്ദ്രമായ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് ഉതകുന്ന വിവിധ പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. പൂർത്തീകരിച്ച 5 പദ്ധതികളുടെ ഉദ്ഘാടനം, പുതുതായി ആരംഭിക്കുന്ന
2 പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം. പുതിയ വാർഡുകളും ICUവും നെഗറ്റീവ് പ്രഷർ ICU, മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ, PG വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ച റെസിഡൻറ്റ് ക്വാർട്ടേഴ്സ്, ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവയെല്ലാമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. 2 പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 134,45,00,000 രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സർജിക്കൽ ബ്ലോക്ക്, 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മെഡിക്കൽ ആൻഡ് സർജിക്കൽ സ്റ്റോർ ഇവയാണ് ആ 2 പദ്ധതികൾ. മെഡിക്കൽ കോളേജിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ടതാണ് സർജിക്കൽ ബ്ലോക്ക്. 564 കോടി രൂപ മുതൽ മുടക്കുള്ള ഈ ബ്ലോക്കിൻ്റെ ആദ്യഘട്ട നിർമ്മാണത്തിനാണ് കിഫ്ബി വഴി 134,45,00,000 രൂപ സാമ്പത്തികാനുമതി നൽകിയത്. മെഡിക്കൽ കോളേജിൽ 200 കിടക്കകളുള്ള പുതിയ കാർഡിയോ തൊറാസിക് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് നബാർഡിൻ്റെ ധനസഹായത്തോടെ 30,42,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്ത് കൂടുതൽ ഹോസ്റ്റൽ സൗകര്യം സർക്കാർ ഒരുക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. 3 പ്രീ മെട്രിക് ഹോസ്റ്റലുകളുടെ ഉദ്ഘാടനവും 1 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൻ്റെ നിർമ്മാണോദ്ഘാടനവുമാണ് ഇന്ന് നിർവഹിച്ചത്. ഷോളയൂർ, ഇരുമ്പുപാലം, ആനവായി എന്നിവിടങ്ങളിലാണ് 3 പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ പുതുതായി ആരംഭിച്ചത്. അഗളിയിലാണ് പെൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത്. ഷോളയൂരിലെ ഹോസ്റ്റലിൽ 60 ആൺകുട്ടികൾക്കും ഇരുമ്പുപാലത്ത് 100 പെൺകുട്ടികൾക്കും ആനവായിൽ 100 കുട്ടികൾക്കും താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഷോളയൂരിലും ഇരുമ്പുപാലത്തും അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള 3 നില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആനവായിൽ പുതിയ 2 നില മന്ദിരമാണ്. അഗളിയിൽ 4.74 കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള 3 നില മന്ദിരമാണ് നിർമ്മിക്കുന്നത്. ഇവിടങ്ങളിൽ വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുള്ള സംവിധാനവും സ്വാഭാവികമായും ഉണ്ടാവും. പെൺകുട്ടികൾക്കായി തിരുവനന്തപുരത്തും കോഴിക്കോടും പുതിയ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ തുറക്കും. ഇന്ന് നടന്ന മറ്റൊരു കാര്യം, കുണ്ടറ കേരള സിറാമിക്സിലെ നവീകരിച്ച പ്ലാന്റുകളുടെയും പുതിയ പ്രകൃതിവാതക പ്ലാന്റിൻ്റെയും ഉദ്ഘാടനമാണ്. പൊതുമേഖലാ വ്യവസായങ്ങൾ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന നയത്തിൻ്റെ ഭാഗമായാണ് കുണ്ടറ സിറാമിക്സിലെ നവീകരണം വ്യവസായ വകുപ്പ് ഏറ്റെടുത്തത്. ഇതോടെ ഇവിടെ ആകെയുള്ള 5 പ്ലാന്റുകളുടെയും നവീകരണം പൂർത്തിയായി കഴിഞ്ഞു. അതിനൊപ്പം പ്രകൃതിവാതക പ്ലാന്റും ആരംഭിക്കുകയാണ്. തകർച്ചയിലേക്ക്
കൂപ്പുകുത്തിയിരുന്ന ഈ സ്ഥാപനത്തെ രക്ഷിക്കുന്നതിന് 2017 സർക്കാർ അംഗീകാരം നൽകിയ 23 കോടി രൂപയുടെ സമഗ്ര പുനരുദ്ധാരണ പദ്ധതിയാണ് ഇതിലൂടെ പൂർത്തിയാകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി വ്യവസായ പുരോഗതി നേടിയെടുക്കാനാണ് തുടക്കം മുതൽ സർക്കാർ ശ്രമിച്ചു വരുന്നത്. ഈ സർക്കാർ അധികാരമേറ്റപ്പോൾ സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായങ്ങളുടെ നഷ്ടം 131,60,00,000 രൂപയായിരുന്നു. ഭരണത്തിൻ്റെ ആദ്യ വർഷം തന്നെ 131,60,00,000 എന്നത് 71 കോടിയായി കുറച്ചു. പിന്നീട് തുടർച്ചയായ 3 വർഷവും ഈ സ്ഥാപനങ്ങളിൽ പലതും ലാഭത്തിലായി. 2015-16 8 പൊതുമേഖലാ കമ്പനികളാണ് ലാഭത്തിലുണ്ടായിരുന്നത്. 2019-20 15 കമ്പനികൾ ലാഭത്തിലാണ്. 2017-18 5 കോടി, 2018-19 8 കോടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭമാണ്. 2019-20 പ്രവർത്തന ലാഭം 56 കോടി രൂപയാണ്. ഈ മികച്ച നേട്ടം പൊതുമേഖലയോടുള്ള സർക്കാരിൻ്റെ സമീപനത്തിൻ്റെ ഫലമാണ്. ഈ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ വിൽക്കാൻ തീരുമാനിച്ച സ്ഥാപനങ്ങൾ പോലും സർക്കാർ ഏറ്റെടുക്കുന്നത്. പൊതുമേഖലാ വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് KMML ആണ്. 2018-19 163 കോടിയാണ് ലാഭം. അതിന് തൊട്ടു മുൻപത്തെ വർഷം 181 കോടി രൂപ ലാഭമുണ്ടാക്കി. കോവിഡ് മഹാമാരി നമ്മുടെ വ്യവസായ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. വിവിധ പ്രോത്സാഹന പദ്ധതികളിലൂടെ ഈ പ്രതികൂല സാഹചര്യം മറികടക്കാനാണ് ശ്രമിക്കുന്നത്. മുൻകൂർ അനുമതിയില്ലാതെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തുടങ്ങാൻ ഇപ്പോൾ കഴിയും. ഇതിനുവേണ്ടി നിയമം കൊണ്ടുവന്നു. ഇതുപ്രകാരം 2020 ജനുവരി മുതൽ ഇന്ന് വരെ 4042 സംരംഭകർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. 958 കോടിയുടെ നിക്ഷേപമാണ് ഇതുവഴി സംസ്ഥാനത്തുണ്ടായത്. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന റെഡ് കാറ്റഗറി ഒഴികെയുള്ള വ്യവസായങ്ങളാണ് മുൻകൂർ അനുമതിയില്ലാതെ തുടങ്ങാൻ കഴിയുക. വ്യവസായ നിക്ഷേപത്തിനുള്ള അനുമതി വേഗത്തിലാക്കുന്നതിനാണ് K-SWIFT എന്ന പേരിൽ ഓൺലൈൻ ക്ലിയറൻസ് സംവിധാനം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം 9261 പേർ രജിസ്റ്റർ ചെയ്തു. 906 പേരാണ് അപേക്ഷകൾ പൂർണ്ണമായും സമർപ്പിച്ചത്. ഇവരിൽ 171 പേർക്ക് അനുമതി നൽകി. 237 പേർ കൽപ്പിത അനുമതിയോടെ വ്യവസായം തുടങ്ങി. 3600 കോടി രൂപ മുതൽ മുടക്ക് വരുന്ന 29 വൻകിട പദ്ധതികൾക്ക്
സ്വിഫ്റ്റ് വഴി അനുമതി നൽകിയിട്ടുണ്ട്. ഇതിലൂടെ 35,000 പേർക്ക് തൊഴിൽ ലഭിച്ചു. വ്യവസായ ലൈസൻസുകളുടെ കാലാവധി നേരത്തെ 1 വർഷം മുതൽ 3 വർഷം വരെയായിരുന്നു. അത് എല്ലാ വിഭാഗത്തിലും 5 വർഷമായി വർദ്ധിപ്പിച്ചു. കോവിഡ് പ്രതിസന്ധി അതിജീവിക്കുന്നതിന് ചെറുകിട വ്യവസായങ്ങൾക്ക് വ്യവസായ ഭദ്രത എന്ന പേരിൽ 3,434 കോടി രൂപയുടെ സഹായ പാക്കേജ് നടപ്പാക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള ബാങ്ക് വഴി നബാർഡിൻ്റെ 225 കോടി രൂപയുടെ മൂലധന സഹായം അനുവദിക്കുന്നുണ്ട്. കേരളത്തിലെ വ്യവസായങ്ങളിൽ 70% സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 58,826 MSMEകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവഴി 5,388 കോടി രൂപയുടെ നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്ത് വന്നു. 1,60,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ തുടർച്ചയായ ശ്രമഫലമായി ദേശീയ വ്യവസായ ഇടനാഴിയുടെ ഒരു ഭാഗം കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് നീട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി 1,878 ഏക്കർ ഭൂമി പാലക്കാട്ടും 500 ഏക്കർ എറണാകുളത്തും ഏറ്റെടുക്കും. കൊച്ചി സേലം ദേശീയപാതയുടെ ഇരുവശങ്ങളിലായി കേരളത്തിൻ്റെ സംയോജിത ക്ലസ്റ്റർ യാഥാർത്ഥ്യമാകുമ്പോൾ 10,000 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കും. 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. കിൻഫ്രക്കാണ് പദ്ധതിയുടെ ചുമതല. ആവശ്യമായ പണം കിഫ്ബി വഴി ലഭ്യമാക്കും. 160 കിലോമീറ്ററാണ് ഇടനാഴിയുടെ നീളം. ഇടനാഴിയുടെ ഭാഗമായി സംരംഭങ്ങൾ തുടങ്ങാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. അനുമതികൾ ഏകജാലക സംവിധാനത്തിലൂടെ നൽകും. വ്യവസായ ഇടനാഴിയിലെ ആദ്യ വ്യവസായ സിറ്റി ഗിഫ്റ്റ്, കൊച്ചി ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ്, ഇത്തരമൊരു പദ്ധതിക്ക് 220 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. അടുത്ത ഫെബ്രുവരിയിൽ ഏറ്റെടുക്കൽ പൂർത്തിയാക്കും. വ്യവസായ വാണിജ്യ സംരംഭങ്ങൾക്ക് ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുള്ള കേന്ദ്രമായി ഗിഫ്റ്റിലൂടെ കൊച്ചി മാറും. 1,20,000 പേർക്ക് നേരിട്ടും 3,60,000 പേർക്ക് പരോക്ഷമായും ഗിഫ്റ്റിലൂടെ തൊഴിൽ ലഭിക്കും. കോവിഡിന് ശേഷമുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് മെയ് 30 നാം മുന്നോട്ട് എന്ന പരിപാടിയിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിൽ ടെറു പെൻബോൾ കമ്പനിയുടെ മുൻ ചെയർമാൻ പത്മകുമാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. തിരുവനന്തപുരം കേന്ദ്രമായി മെഡിക്കൽ ഉപകരണങ്ങളുടെ വ്യവസായം തുടങ്ങുന്നതിന് വലിയ സാധ്യതയുണ്ടെന്ന് ശ്രീ പത്മകുമാർ തൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഈ നിർദ്ദേശം ഗൗരവമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തോന്നക്കലിലെ
ലൈഫ് സയൻസ് പാർക്കിൽ മെഡിക്കൽ ഡിവൈൻസ് പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഈ മാസം 24-ന് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും നിശ്ചയിച്ചിട്ടുണ്ട്. പാലക്കാട് മെഗാ ഫുഡ് പാർക്ക്, ഒറ്റപ്പാലം ഡിഫൻസ് പാർക്ക് ഇവയുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. ഫുഡ് പാർക്കിൽ 30 യൂണിറ്റുകൾക്ക് സ്ഥലം അനുവദിച്ചു. ഡിഫൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനം വൈകാതെ നടക്കും. ചേർത്തലയിൽ മെഗാ മറൈൻ ഫുഡ് പാർക്കിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 84 ഏക്കർ വരുന്ന പാർക്കിൽ 26 സംരംഭകർക്ക് സ്ഥലം അനുവദിച്ചു. 130 കോടി രൂപയാണ് പാർക്കിൻ്റെ നിർമ്മാണ ചെലവ്. ഈ പാർക്ക് വഴി 500 കോടി രൂപയുടെ നിക്ഷേപവും 3000 തൊഴിലവസരവും ഉണ്ടാകും. പാലക്കാട് സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് പാർക്കിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ഉൾപ്പെടെ ആദ്യഘട്ടം പൂർത്തിയായി. 7 സംരംഭങ്ങൾക്ക് കെട്ടിടം അനുവദിച്ചു. രണ്ടാം ഘട്ടം ഡിസംബറിൽ പൂർത്തിയാകും. മട്ടന്നൂരിൽ 137 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര കൺവെൻഷൻ സെൻറ്ററിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം തോന്നക്കലിൽ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് 1-ാം ഘട്ടം തുടങ്ങുന്നതിന് 7.45 ഏക്കർ ഭൂമി സ്വകാര്യ സ്ഥാപനത്തിന് കൈമാറി. രണ്ടാം ഘട്ടത്തിന് വർക്കലയിൽ 32 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.